ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്സിലെ വലിയ മാറ്റങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപും ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവും തമ്മിലുള്ള അമേരിക്കയിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ അവർ രണ്ടുപേരും സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു, ഗാസയിൽ ഇനിയും സമാധാനം ആണ്, വെടിനിർത്തൽ അവർ അതിൻ്റെ സീസ് ഫയർ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഹമാസ് എന്ന് പറഞ്ഞൊരു വിഷയമല്ല. കാരണം ഈ യുദ്ധം തുടങ്ങിയതൊക്കെ തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിലാണല്ലോ. ഹമാസിനെ അവർ ടൂളായിട്ട് ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഉള്ള ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസിന് അതിൽ മാറ്റം ഉണ്ടാകും. പക്ഷേ ജിയോ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് എപ്പോഴും അമേരിക്ക തന്നെ ആയിരിക്കും. അമേരിക്കയുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിനനുസരിച്ചായിരിക്കും മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സ്. ഈ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പം അതിനകത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, മിഡിൽ ഈസ്റ്റിലെ രാജ്യമല്ല നമ്മുടെ പാകിസ്ഥാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഒന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളല്ല. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാൻ അതിനകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്, പങ്കുണ്ട്. പാകിസ്ഥാൻ അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കലായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുപോലെ തന്നെ സൗദി അറേബ്യയും. സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിലായതുകൊണ്ടും ഇസ്രായേലിൻ്റെ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ്, സ്വാധീന മേഖലയിൽ ആയതുകൊണ്ടും തീർച്ചയായിട്ടും സൗദി അറേബ്യയുടെ മുകളിൽ, സൗദി അറേബ്യ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ട്ലി നേഷൻ ആയതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വലിയ ത്രെട്ടുകളൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം നാളെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പോളിസി ഷിഫ്റ്റ് എന്തായിരിക്കും. കാരണം ഇസ്രായേൽ ഓൾറെഡി ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കാനുള്ള, കാരണം അവരുടെ ലക്ഷ്യം ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കുറേ രാജ്യങ്ങളുടെ എല്ലാം ഭൂമി കൈയടക്കി അനക്സ് ചെയ്ത് മാത്രമേ ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഇറാഖ്, സൗദി, പലസ്തീൻ ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അതിനകത്തിൽ ഉൾപ്പെടും. ഉൾപ്പെടുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം തന്നെ ജിയോഗ്രഫിയെ അനക്സ് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചെടുത്ത് മാത്രമേ ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സൗദി ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ഇസ്രായേലിൻ്റെ ഒരു ടാർഗറ്റ് ആകും എന്നുള്ള കാര്യം സംശയങ്ങളൊന്നുമില്ല. അത് സൗദിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിൻ്റെ ഡിക്ലെയർഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിൻ്റെ ആൾക്കാരെ അല്ലെങ്കിൽ ഹമാസിനെ ഏതെല്ലാം രാജ്യങ്ങൾ നേരിട്ടായാലും അല്ലാതെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആ രാജ്യങ്ങൾക്കെല്ലാം ഇസ്രായേലിൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ. അങ്ങനെയാണ് ഖത്തറിനെ അവർ അവസാനമായിട്ട് ആക്രമിക്കുകയും, അല്ലെങ്കിൽ അതോടുകൂടി തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയിലേക്ക് പാകിസ്ഥാൻ്റെ നേതാക്കൾ പോയി, ടർക്കിയുടെ എർഡോഗാൻ പോയി, ഇസ്രായേലിൻ്റെ നേതാവ് പോയി, ജോർദാൻ, ഈജിപ്റ്റ്, പിന്നെ അമേരിക്കയും സൗദിയും തമ്മിൽ, അമേരിക്കയും UAEയും തമ്മിൽ ഒക്കെയുള്ള സംഭാഷണങ്ങളും ചർച്ചകളും നെഗോസിയേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഈ പറഞ്ഞ രാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായം ഉണ്ടാക്കിയെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രധാന വിഷയം, ഇത്രയും നാളും പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒന്നുമില്ലായിരുന്നു. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ തുടങ്ങണമെങ്കിൽ ആദ്യം ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീട് ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മറ്റു പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനും അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇപ്പോഴും ഇസ്രായേലിൽ
പാകിസ്ഥാൻ്റെ പാസ്പോർട്ട് വാലിഡ് അല്ല. പാകിസ്ഥാൻ്റെ പാസ്പോർട്ട് എന്നുവെച്ചാൽ പാകിസ്ഥാൻ്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്തൊരു വ്യക്തിക്ക് ഇസ്രായേലിലേക്ക് പോകുവാൻ സാധിക്കത്തില്ല. ഇനി അഥവാ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അത് ഇല്ലീഗലാണ്. കാരണം പാകിസ്ഥാൻ്റെ പാസ്പോർട്ട് ഇസ്രായേൽ വാലിഡ് അല്ല. നോട്ട് വാലിഡ് ഫോർ ഇസ്രായേൽ എന്നാണ് അവർ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ബോൾഡായിട്ട് കൃത്യമായിട്ട് ഇസ്രായേൽ അത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാൻ, വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു വിസിറ്റ് ഡിനൈ ചെയ്യപ്പെടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലില്ല. അപ്പോൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ മറ്റ് മേഖലകളിലേക്കുള്ള ബന്ധങ്ങൾ അവർക്ക് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമാണ് പറയുന്നത് വ്യാപിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കടുത്ത കൊടുമ്പിരിക്കൊള്ളുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് രാജ്യങ്ങളും അവരുടെ അംബാസഡറെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിളിക്കുകയും ബാക്കിയുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മറ്റ് പല വ്യാപാര കൊടുക്കൽ വാങ്ങലുകൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്ചേഞ്ചുകളൊക്കെ തന്നെ സാധ്യമാകത്തില്ല. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധവും ഇല്ല, നേരിട്ട് ലീഗലി ഫോർമലി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇല്ലീഗലായിട്ട് നടക്കും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു, പാകിസ്ഥാൻ ഇന്ത്യയായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ഫോർമലായിട്ടുള്ള ബന്ധങ്ങളൊന്നും നടക്കില്ല. ഔദ്യോഗികമായിട്ടും അല്ലെങ്കിൽ ഔപചാരികമായിട്ടുള്ള ലീഗലായിട്ടുള്ള ബന്ധങ്ങളൊന്നും ക്രയവിക്രയങ്ങൾ എക്സ്ചേഞ്ചുകളൊന്നും നടക്കത്തില്ല. ഇല്ലീഗലായിട്ട് നടക്കും. കാരണം ക്രോസ് ബോർഡർ ചെയ്തിട്ടൊക്കെ ഇല്ലീഗലായിട്ടുള്ള ട്രേഡോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ പറഞ്ഞാൽ ലീഗലായിട്ടുള്ള ഫോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള റിലേഷൻസ്, ഡിപ്ലോമാറ്റിക്കൽ റിലേഷൻസ് ഒന്നും. അപ്പോൾ ഇസ്രയേലും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ ബന്ധമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കേൾക്കുന്ന പുതിയ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നാണ്. ഇസ്രായേൽ പാകിസ്ഥാനെ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം പലരും ഒരുപക്ഷെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടർക്കിയാണ് ആദ്യമായിട്ട് ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്ത മുസ്ലിം രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം പല മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ബന്ധങ്ങളൊക്കെ ജോർദാൻ, ഈജിപ്റ്റ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അബ്രഹാം അക്കോർഡിൽ കൂടെ UAE, ബഹ്റൈൻ, സൗദിനെതിരെ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലായിട്ടുള്ള ബന്ധത്തിൽ ഒരു എന്താണ് പറയുന്നത്, പലസ്തീൻ്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് സൗദി ഇസ്രായേലുള്ള ബന്ധങ്ങളെതിരെ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഈ പറഞ്ഞ ഇത്രയും നാളായിട്ട് ഇസ്രായേലായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളും നേരിട്ട് നമ്മൾ പറയുന്ന ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ലീഗലായിട്ടുള്ള പിന്നെ തലത്തിലൊന്നും ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, അതായത് ഇസ്രായേലിൻ്റെ ഇന്ത്യൻ അംബാസഡർ ഇൻവോയ് ഒരു മേജർ ഹിൻഡ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ചിലപ്പോൾ ഇസ്രായേലിനെ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോഴത്തെ ട്രംപിൻ്റെ ഈ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കണ്ടീഷൻസിൻ്റെ വെളിച്ചത്തിലാണത്, ആ വെളിപ്പെടുത്തൽ നടന്നത്. ഇപ്പോൾ ട്രംപും നെതന്യാഹുവും കൂടെ ഗാസ അല്ലെങ്കിൽ പലസ്തീൻ പീസ് പ്ലാനൊക്കെ മുന്നോട്ട് വെച്ചു. രണ്ടുപേരും തമ്മിൽ സ്വമേധയാ അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് പീസ് പ്ലാൻ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു സമാധാനം ഉണ്ടാക്കിയെടുക്കുവാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ യുദ്ധം ഇനിയും ഉണ്ടാകത്തില്ല. ഹമാസിൻ്റെ മുകളിൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി. കാരണം സമ്മർദ്ദം ചെലുത്തുന്നതൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും അത് ക്രിട്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ യുദ്ധം ഉണ്ടാക്കേണ്ടത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യമായിരുന്നു. ഹമാസിനെ ആര് ക്രിയേറ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പുറമോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ തന്നെ ഒരു എന്താണ് പറയുന്നത് മാനുഫാക്ചർഡ് ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഹമാസ്. കാരണം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ തകർക്കുക, യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ സോഷ്യലിസ്റ്റ് നാഷണലിസ്റ്റ് പാലസ്തീൻ മൂവ്മെൻറ്റിനെ ഇല്ലാതാക്കുക, അങ്ങനെ ടു ടു നേഷൻ തിയറി അല്ലെങ്കിൽ ടു സ്റ്റേറ്റ് തിയറി എന്നുവെച്ചാൽ ഇസ്രായേലും പാലസ്തീനും രണ്ടുപേരും സ്വതന്ത്രമായ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാകുക എന്നുള്ള ഒരു തത്വത്തെയൊക്കെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഹമാസിനെ ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്തതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പഴയ ഇസ്രായേലിൻ്റെ നേതാവായിട്ടുള്ള ഏരിയൽ ഷരോണും ഇപ്പോഴത്തെ ഹാർഡ് കോർ അവരുടെ വലതുപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഈ ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെയാണ് ഇതിനെ മുൻകൈ എടുത്തതും അല്ലെങ്കിൽ കൂടുതൽ പ്രൊവാക്റ്റീവായിട്ടുള്ള റോളുകളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്.
ഇപ്പോൾ പാകിസ്ഥാൻ ഇസ്രായേൽ റിലേഷൻസ് ഇപ്പോഴും വളരെ മോശമായിട്ടുള്ള റിലേഷൻസാണ്. കാരണം ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചിട്ടില്ല, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒന്നുമില്ല. ഈ ജൂയിഷ് സ്റ്റേറ്റിനെ ഒരു നിയമപരമായിട്ടുള്ള രാജ്യമായിട്ട് പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടുമില്ല. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഈ ബന്ധം, അമേരിക്കയും പാകിസ്ഥാനുള്ള ബന്ധം ട്രംപിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി കൂടുതൽ ദൃഢമാകുകയും ശക്തമാകുകയും, അല്ലെങ്കിൽ ഈ മോശമായിരുന്ന ബന്ധത്തെ അവർ റിപ്പയർ ചെയ്തെടുക്കുകയൊക്കെ ചെയ്ത ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപനമോ, അല്ലെങ്കിൽ ഗാസയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ ഈ സമാധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു, പല രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായതുകൊണ്ട്, അതിൽ പാകിസ്ഥാനും ഈ ഒരു മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സിൽ വളരെ പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട്, ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട്, വലിയൊരു പ്രധാനപ്പെട്ട ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട്, തീർച്ചയായിട്ടും ട്രംപിൻ്റെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ്, അതിൽ പാകിസ്ഥാൻ പങ്കാളിയാകുകയും പാകിസ്ഥാൻ അതിനനുസരിച്ച് ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനും ഈ ഒരു പീസ് പ്ലാനിനെ അല്ലെങ്കിൽ ഈ ഒരു പീസ് ഇനിഷ്യേറ്റീവിനെ വെൽക്കം ചെയ്യുന്നുണ്ട്, മറ്റ് മുസ്ലിം രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ. ഇപ്പോൾ ടർക്കി ഓക്കെയാണ്, സൗദി അറേബ്യ ഓക്കെയാണ്, ഓൾറെഡി ഇസ്രായേലും തമ്മിൽ അബ്രഹാം അക്കോർഡ്സിൽ എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ കരാറിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. സൗദി ഏർപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഇങ്ങനൊരു പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അമേരിക്കയും ഇസ്രായേലും അംഗീകരിച്ച് പാലസ്തീനിയൻ സ്റ്റേറ്റിന് ഒരു അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൗദി അറേബ്യ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ഇസ്രായേലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സൗദി അറേബ്യ തയ്യാറാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഇന്ത്യയിലേക്കുള്ള അംബാസഡർ ആണ് പറയുന്നത്, ഇത് പാകിസ്ഥാൻ ചിലപ്പോൾ ഇസ്രായേലിനെ അംഗീകരിക്കാനുള്ള സാധ്യത ഫ്യൂച്ചറിൽ പറഞ്ഞാൽ വളരെ അടുത്ത ഫ്യൂച്ചറിൽ തന്നെ, ഷോർട്ട് ടൈം ഫ്യൂച്ചറിൽ തന്നെ അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ, ഇതുവരെ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത മുസ്ലിം രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധങ്ങൾ തുടരാനും അല്ലെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഇസ്രായേലിൻ്റെ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നമുക്ക് ഈ ഇപ്പോൾ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള പുതിയ അവരുടെ പ്രതിരോധ കരാറിൻ്റെ അടിസ്ഥാനത്തിലും പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ഈ ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെയൊക്കെ വെളിച്ചത്തിലും അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇത് മിഡിൽ ഈസ്റ്റിൽ സമാധാനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷേ ഇറാനെതിരെയുള്ളൊരു എന്താണ് കോപ്പ് കൂട്ടൽ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിനെല്ലാം നമ്മൾ വഴിതെളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാൻ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അറബ് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റമായിരിക്കും, അല്ലെങ്കിൽ ഒരു പുത്തൻ ചുവടുവെപ്പായിരിക്കും എന്നാണ് ഈ അംബാസഡർ പറയുന്നത്. അപ്പോൾ ഈ 20-point പീസ് പ്ലാനാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനകത്തിൽ നമുക്കറിയാം അമേരിക്ക ഇസ്രായേൽ കോംബോ എന്നൊക്കെ, അമേരിക്കയുടെ നേതൃത്വമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ, നാറ്റോ പ്ലസ് ഇസ്രായേൽ, അവർ വിചാരിക്കുന്ന രീതിയിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പം ഈ ട്രംപിൻ്റെ ഗാസ സമാധാന കരാറ് ഇസ്രായേൽ പാകിസ്ഥാൻ റിലേഷനെ എങ്ങനെ, അതുമായിട്ട് എന്താണ് ബന്ധം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് പറയുന്നത് ഇസ്രായേലും മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ സൗഹൃദപരമാക്കുക എന്നുള്ളതാണ് ഈ ഗാസയിലുള്ള സമാധാന ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ സമാധാന കരാർ കൊണ്ടും അവിടുത്തെ വെടിനിർത്തൽ പീസ് സമാധാനം പുനഃസ്ഥാപിക്കുന്നുണ്ടും ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ പാകിസ്ഥാൻ ഇസ്രായേൽ റിലേഷനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്, അമേരിക്കയുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ലക്ഷ്യം നമുക്കറിയാം, തീർച്ചയായിട്ടും അതൊന്നുമല്ല ഈ പറഞ്ഞ രാജ്യങ്ങളെ, മുസ്ലിം രാജ്യങ്ങളെ, അറബ് രാജ്യങ്ങളെയൊക്കെ തന്നെ വീക്കൻ ചെയ്തുകൊണ്ട്, ദുർബലപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. കാരണം അമേരിക്കയുടെ പ്രോക്സിയാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കുക, വർദ്ധിപ്പിച്ചെടുക്കുക എന്ന് മാത്രമുള്ള ലക്ഷ്യം. അതായത് ഗ്രേറ്റർ ഇസ്രായേലാണ് അവരുടെ ഏറ്റവും ആദ്യാവസാനമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും
തൽക്കാലം ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ അവരുടെ പരിധിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ അറബ് മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള ബന്ധം എന്നതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഒരു സ്വതന്ത്ര പലസ്തീനിയൻ രാജ്യം ഉണ്ടാക്കിയെടുക്കുക, അതിൽ കൂടെ മുസ്ലിം രാജ്യങ്ങളും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഗാസ പീസ് പ്ലാനിൽ കൂടെ ലക്ഷ്യമിടുന്നതാണ് നമുക്ക് ഈ ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഇതുപോലുള്ള പല രാജ്യങ്ങളും വന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള ഹോസ്റ്റിലിറ്റീസ്, ശത്രുത നിർത്തി അത് പുതിയൊരു സമാധാന കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഗാസയിൽ ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിൽ കൂടെ ലക്ഷ്യമിടുന്നതാണ് ട്രംപും നെതന്യാഹുവും ഒക്കെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ എന്നാണ്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ സത്യമാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഈ മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സിനെ അറിയാവുന്ന ആൾക്കാർക്കും അമേരിക്ക, ഇസ്രായേൽ അവരുടെ ജിയോ പൊളിറ്റിക്സിനെ അറിയാവുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അവർ പറയുന്നത് എബ്രഹാം അക്കോർഡിൻ്റെ അല്ലെങ്കിൽ എബ്രഹാം കരാറിൻ്റെ ഒരു വ്യാപനമാണ്, എക്സ്റ്റൻഷനാണ് ഈ പറഞ്ഞ ഗാസ പീസ് പ്ലാൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എബ്രഹാം അക്കോർഡിൽ UAEയും ബഹ്റിനും ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ സൗഹൃദപരമാക്കി എടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഈജിപ്തും ജോർദനും ഒക്കെ പണ്ട് തന്നെ ഓസ്ലോ കരാറിനനുസരിച്ചിട്ട് ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ അവർ കൂടുതൽ എന്ന് പറഞ്ഞാൽ, അതായത് മറ്റൊന്നുമില്ല, ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ ഈ അമേരിക്കയും ഇസ്രായേലും ഭീഷണിപ്പെടുത്തി അവരുടെ പരിധിയിലാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇസ്ലാമാബാദും റിയാദും, അതായത് ഇസ്രായേലിനെ ഇപ്പോഴും അംഗീകരിക്കാത്ത സൗദി അറേബ്യയും പാകിസ്ഥാനും തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ്, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ പലസ്തീൻ രാജ്യം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനും ഒക്കെ ഇതിനെ വഴിതെളിക്കുമെന്നാണ് ട്രംപ് വിരോധം മുഴക്കുന്നത്. ട്രംപിൻ്റെ കൂടെ നിന്ന് നെതന്യാഹുവും അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ 1947 പാകിസ്ഥാൻ ഉണ്ടായി, അതിനുശേഷം 48 ഇസ്രായേൽ ഉണ്ടായി. അന്ന് മുതലേ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. ട്രേഡ് റിലേഷനില്ല, ഡിപ്ലോമാറ്റിക് റിലേഷനില്ല, മറ്റ് യാതൊരു ഇക്കണോമിക് റിലേഷനില്ല, മറ്റൊരു തരത്തിലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു രാജ്യങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ തുടങ്ങുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷനിൽ കൂടെയാണ്. ആദ്യം അവർ അംബാസഡറെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. ഇസ്രായേൽ പാകിസ്ഥാനിലേക്ക് അംബാസഡറെ അയക്കും, പാകിസ്ഥാൻ്റെ ഇസ്രായേലിലെ അംബാസഡറിനെ അവർ അപ്പോയിന്റ് ചെയ്യും. അതിനുശേഷമാണ് ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ പതുക്കെ പതുക്കെ വളർന്നു വരികയും ഉണ്ടായി വരികയൊക്കെ ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള. അപ്പം ഇത് ഒരു ലെജിറ്റിമേറ്റ് നിയമപരമായിട്ടുള്ളൊരു രാജ്യമായിട്ട് ഇസ്രായേലിനെ പാകിസ്ഥാനെതിരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇതുവരെ ഓപ്പണായിട്ടില്ല. സീക്രട്ടായിട്ടുണ്ടോ നമുക്കറിയത്തില്ല, മനസ്സിലായല്ലോ, അത് നമുക്കറിയില്ല. രഹസ്യമായിട്ട് ഈ പറഞ്ഞ സൗദി ഇസ്രായേലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്രായേലുള്ള ബന്ധങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഓപ്പൺ റിലേഷനില്ല, ഫോർമൽ റിലേഷനില്ല, ഒഫീഷ്യൽ റിലേഷനില്ല, ലീഗൽ റിലേഷനില്ല, ഇതൊന്നുമില്ല. ഇപ്പോൾ പാകിസ്ഥാനും സൗദിയൊക്കെ പറയുന്നത് ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കുന്നത് നിർത്തണോ, അതുപോലെ തന്നെ പാലസ്തീനെ ഒരു പൂർണ്ണ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച് അവർ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് പാകിസ്ഥാൻ്റെയും സൗദിയുടെയൊക്കെ പണ്ട് മുതലുള്ള സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നടക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴൊക്കെ ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ആയാലും OIC-യിലായാലും UN-ലായാലും ഒക്കെ തന്നെ പാലസ്തീൻ അനുകൂലമായിട്ടാണ്, ഇസ്രായേലിനെതിരായിട്ടാണ് വോട്ട് ചെയ്യുന്നതും അവർ സംസാരിക്കുന്നതൊക്കെ തന്നെ. ഈ അടുത്ത സമയത്തും UN-ലെ ഇസ്രായേലിൻ്റെയും പാകിസ്ഥാൻ്റെയും എൻവോയ്സ് തമ്മിൽ, പ്രതിനിധികൾ തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, യുണൈറ്റഡ് നേഷൻസിലൊക്കെ തന്നെ. അത് മറ്റ് ഗ്ലോബൽ ബോഡീസിൽ എവിടെല്ലാം അവസരങ്ങൾ അവർക്ക് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ ലഭിക്കുമോ അന്നേരമെല്ലാം പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ സംസാരിക്കുകയും പാലസ്തീന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് പാകിസ്ഥാൻ എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിനെ ഇല്ലീഗലായിട്ടുള്ളൊരു പാലസ്തീൻ്റെ ഭൂപ്രദേശം അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിൽ അനധികൃതമായിട്ട് കടന്നു കയറിയ ഒരു ജനവിഭാഗമാണ്, ജൂയിഷ് പീപ്പിളാണ് ഇസ്രായേൽ എന്നാണ് പാകിസ്ഥാനെതിരെ പറഞ്ഞ് ലോകത്തിൻ്റെ ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് UN-ൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഇതുപോലുള്ള തലങ്ങളിലൊക്കെ പാകിസ്ഥാനെതിരെ, ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ലീഗലായിട്ടുള്ള സ്റ്റേറ്റ് അല്ല, നിയമപരമായിട്ടുള്ള രാജ്യമല്ല, ഇല്ലീഗൽ സ്റ്റേറ്റാണ്.
അപ്പോൾ അവർ പാലസ്തീൻ്റെ ഭൂപ്രദേശത്തെ ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുന്ന് അവർ വിട്ടുമാറി പാലസ്തീന് അവരുടെ സ്ഥലം കൊടുത്ത് അവരെ ഒരു പൂർണ്ണ രാജ്യമാക്കി, സ്വന്തം രാജ്യമാക്കി അംഗീകരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെയും പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ നിലപാട്. അപ്പോൾ അതൊക്കെ ഈ പുതിയ മാറ്റങ്ങളിൽ കൂടെ ഈ രാജ്യങ്ങളിലേക്ക് നിലപാടുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഈ രാജ്യങ്ങൾ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്കറിയില്ല അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള അതെങ്ങനെ എന്താണ് പറയുന്നത് ഉരുത്തിരിയും അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് അതെങ്ങനെ അൺഫോൾഡ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇസ്രായേൽ അമേരിക്ക കോമ്പിനേഷൻ അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ അവരുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കുക, വികസിപ്പിക്കുക, ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനകത്തിൽ അവർ പുറമോട്ട് പോകുന്ന യാതൊരു അങ്ങനെ അതിനകത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. മുസ്ലിം അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അവർ വൺ ബൈ വൺ ആയിട്ട് വീക്കൻ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. അങ്ങനെ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയിലേക്ക് അവർ എത്തിച്ചേരും, അല്ലെങ്കിൽ എത്തിച്ചേരാനുള്ള യാത്രയാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പല ദശാബ്ദങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഇസ്രായേൽ അവിടെ ഉണ്ടായി എന്ന് പറയുന്ന കാലഘട്ടം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാഴ്ച അതാണ്. ഇപ്പോഴും അവരുടെ ലക്ഷ്യം അതാണ്. അവരുടെ യാത്രയും ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പാകിസ്ഥാൻ താൽക്കാലികമായിട്ടെങ്കിലും ഇസ്രായേലിനെ അംഗീകരിക്കുവോ അല്ലെങ്കിൽ സൗദി അംഗീകരിക്കുവോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്സിൽ മിഡിൽ ഈസ്റ്റിൽ കാര്യമായിട്ടുള്ള വളരെ നാടകീയമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു പുത്തൻ കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ തന്നെ ഇറാനെ കൂടുതൽ പുതിയ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു തലത്തിലേക്കും മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വളരെ താമസിയാതെ തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അടുത്ത ഒരു ഇപ്പോൾ കഴിഞ്ഞ 10-12 ദിവസത്തെ ഒരു കോൺഫ്ലിക്റ്റിനേക്കാൾ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് പല തലങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യുന്നതും അവർ അഭിപ്രായപ്പെടുന്നതും. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലെ സൗദി പാകിസ്ഥാൻ അക്കോർഡായാലും ഇപ്പോഴത്തെ ഈ ഒരു ഗാസയിൽ ഇസ്രായേൽ തീർച്ചയായിട്ടും ഹമാസ് എന്നവിടെ ഒരു വിഷയമല്ല. ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് അവിടെ അവർ ശക്തമായിട്ടുള്ള ബോംബിങ്ങും അല്ലെങ്കിൽ അറ്റാക്കും ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തൽക്കാലം ഒരു വിരാമം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ കൂടുതൽ ശക്തമായിട്ട് നേരിടുക, പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായിട്ടുള്ളൊരു ആക്രമണം അഴിച്ചുവിടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അതിന് മുന്നോടിയായിട്ടുള്ള ചില നീക്കുപോക്കുകളാണ് ഇതെന്ന് നമുക്ക് തൽക്കാലം നമുക്ക് പല എക്സ്പേർട്സിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് തന്നെ ആയിരിക്കാം ഈ ഒരു പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ ബന്ധത്തിൽ നിന്നും, അതുപോലെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ബാഗ്രാം എയർബേസ് വേണമെന്ന് അവകാശപ്പെട്ടതിൻ്റെ ഒക്കെ കാരണങ്ങളൊക്കെ തന്നെ ഇറാനെതിരെ പുതിയൊരു വാർ ഫ്രണ്ട് അല്ലെങ്കിൽ യുദ്ധമുഖം തുറക്കുവാൻ വേണ്ടിയുള്ള പുറപ്പാടിൻ്റെ മുന്നോടിയായിട്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.